KSRTCക്ക് പുതിയ ഒരു മുഖം വരികയാണ്. KSRTCയുടെ നഷ്ടത്തിൻ്റെ ഒരു കാരണം ബസ്സുകൾ വാങ്ങുന്നതും ചേസ് വാങ്ങുന്നതുമൊക്കെ ആണല്ലോ. അതിനൊരു പുതിയ മുഖം ഇപ്പോൾ വരുന്നു. അതായത് കാലിക്കട്ടിലെ, അതായത് കോഴിക്കോട്ടെ സിറ്റി സർവീസ് സഹകരണ സംഘം 40 ലക്ഷം രൂപ കൊടുത്ത് ഒരു ബസ് വാങ്ങി KSRTCക്ക് വേണ്ടി ഓടിക്കുകയാണ്. അത് സംഭാവന കൊടുക്കലായിരിക്കും KSRTC. ഇനി അതിൻ്റെ ലാഭമല്ലോ സൊസൈറ്റി കൊടുക്കുമെന്നുള്ള എഗ്രിമെൻ്റ് നമുക്കറിയില്ല, പക്ഷേ എന്തായാലും സംഭാവന ആയിരിക്കും. ഇങ്ങനെ 2000 ബസ് ഇറക്കാനാണ് ഗതാഗത മന്ത്രി ലക്ഷ്യമിടുന്നത്. അത് വലിയൊരു ഇന്നവേറ്റീവായിട്ടുള്ള പ്രോജക്റ്റാണ്, രസകരമായ ഒരു പ്രോജക്റ്റാണ്. അതായത് സഹകരണ സ്ഥാപനങ്ങൾക്ക്, ലാഭത്തിലോടുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാരിന് ബസ് വാങ്ങിക്കൊടുക്കാം. അപ്പോൾ ആ ബസ് സഹകരണ സംഘത്തിൻ്റെ സ്പോൺസേർഡ് ആയിട്ടുള്ള ബസ്സാണെന്നുള്ള പേരിൽ കേരളത്തിലോടും. ഇങ്ങനെ കുറേ അധികം സ്ഥാപനങ്ങൾ, 100ഓളം സഹകരണ സ്ഥാപനങ്ങൾ ഇങ്ങനെ സ്പോൺസറിങ്ങുമായി രംഗത്ത് വന്നിട്ടുണ്ട്. KSRTCക്ക് 100 പുത്തൻ ബസ് നൽകാമെന്ന ഓഫറുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 100ഓളം സഹകരണ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. 2 ബസ് സ്പോൺസർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുമുണ്ട്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് KSRTCക്ക് ബസ് വാങ്ങാനായി 40 ലക്ഷം രൂപ അവരുടെ ലാഭത്തിൽ നിന്ന് കൊടുത്തതിനെ തുടർന്നാണ് കൂടുതൽ സ്ഥാപനങ്ങൾ സന്നദ്ധത അറിയിച്ചത്. ഗതാഗത CP ജോണുമായി നേരിട്ടും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചുമാണ് ബസ് വാങ്ങാനുള്ള പണം നൽകാമെന്ന് അറിയിച്ചത്. സഹകരണ സംഘങ്ങൾക്കും പൊതുനന്മ ഫണ്ട് CSR ഫണ്ടും KSRTCക്ക് വിനിയോഗിക്കാൻ അനുമതി നൽകുന്നതിനുള്ള പരിഗണനയിലാണ് ഗവൺമെൻറ്. അനുകൂല ഉത്തരവ് ഉടനെ ഉണ്ടാകും. 5 പൈസ ചെലവില്ലാതെ ബസ്സുകൾ ലഭ്യമാക്കാൻ ഇതിലൂടെ കഴിയും. ജൂണിലാണ് ഗതാഗത വകുപ്പ് ഇതിനൊരു പദ്ധതി തയ്യാറാക്കിയത്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്, ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, സ്വകാര്യ കമ്പനികളുണ്ട്, സഹകരണ സ്ഥാപനങ്ങളുണ്ട്, ഇനി വ്യക്തികളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്, സഹകരണ സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് വേണമെങ്കിൽ 40 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു ബസ് വാങ്ങി KSRTC കൊടുക്കാം. അവരുടെ പേരിലായിരിക്കും ഓടുന്നത്. വ്യക്തിയാണ് വാങ്ങി നൽകുന്നതെങ്കിൽ വ്യക്തിയുടെ പേര്, ഇപ്പോൾ കുടുംബത്തിൽ ആരുടെയെങ്കിലും NRIക്കാരൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ പേരിൽ ഒരു ബസ് ഓടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ തരത്തിൽ KSRTCക്ക് 2000 ബസ്സാണ് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. 800 കോടിയുടെ പ്രോജക്റ്റാണ്. ഇതൊരു ഓണം ബെമ്പറാണ്. KSRTC CP ജോണിൻ്റെ പുതിയൊരു ഭരണ പരിഷ്കാരമാണ്. ഇതിലൂടെ വലിയൊരു സ്പോൺസറിംഗ് ആണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്.